ഹായ് ട്രേഡേഴ്സ്. നിഫ്റ്റിയുടെ നമുക്ക് നാളത്തെ നിഫ്റ്റിയുടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നാളത്തെ മാത്രമല്ല, നെക്സ്റ്റ് വീക്കിലേക്കുള്ള. ഓക്കെ, അപ്പോൾ നിഫ്റ്റി ആക്ച്വലി ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കുവാണെങ്കിൽ ഇതുവരെ ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിഫ്റ്റിക്ക് ഈ ലെവൽസ് വരെ വരേണ്ടി വരും. നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ ഇതാണ്. ഈ ഒരു റേഞ്ചിന്റെ അകത്ത് നിഫ്റ്റി വരേണ്ടി വരും. ഇതാണ് ടാർഗറ്റ്. ഓക്കെ, അതിനു മുന്നേ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ ഉള്ള ഒരു ലെവല് അത് ഈ ക്യാൻഡിലിന്റെ ലോ ആണ്. ഓക്കെ, ഇവിടെ ഇതിന് താഴെ പോയി ഒരു ദിവസം ഇതിന് താഴെ ഓപ്പൺ ആയിട്ട് പോലും ഇതിനകത്ത് കയറി ക്ലോസ് ചെയ്തു. നെക്സ്റ്റ് ഡേ ഇത്രയും വോളിയം ബ്രേക്ക്ഔട്ട് വന്നിട്ട് പോലും ഇതിന്റെ ലോയുടെ താഴെ പ്രൈസിന് പോകാൻ പറ്റാതെ പുതിയ ഹൈകളാണ് ബ്രേക്ക് ചെയ്തത്. അപ്പൊ ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. ഈ ലെവൽ 22,388.15. ഓക്കെ, ഈ ലെവൽ. അപ്പോ നമുക്ക് ഈ നിഫ്റ്റി ഇവിടം വരെ വീഴണമെങ്കിൽ ഫസ്റ്റ് അത് ഈ ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്യണം, എന്നാലേ ഇവിടം വരെ വീഴുള്ളൂ. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലേ ഇത് ഇവിടം വരെ വീഴത്തുള്ളൂ. ഓക്കെ, മാത്രം അല്ല, നമ്മൾ വീക്കിൽ നോക്കുവാണെങ്കിൽ ഇത് റേഞ്ചിന്റെ അകത്താണ്, പ്രീവിയസ് വീക്കിന് അകത്താണിത് അല്ലേ, ഈ കഴിഞ്ഞ വീക്കില്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കേണ്ട ഈ ലെവല് കൂടാതുള്ള ഒരു ലെവല് ഇതാണ്. ആക്ച്വലി ഈ ലെവലിൽ അത് നിൽക്കില്ല. നോക്കാം. ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ സ്ട്രൈക്ക് പ്രൈസ് 22,300, 22,400, ഈ സ്ട്രൈക്ക് പ്രൈസുകൾ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ഇതിന്റെ ഈ ലെവൽസിനെ ബ്രേക്ക്ഔട്ട് ചെയ്താൽ അത് ഇവിടം വരെ വീഴണം. നിഫ്റ്റി ആക്ച്വലി ഏതാണ് ഈ ക്യാൻഡിലിന് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ, അതായത് ഇത് വോളിയം ബ്രേക്ക്ഔട്ട് നടന്ന ക്യാൻഡിലാണ് ഈ ദിവസം. വോളിയത്തോടാണ് ഇതൊരു ക്വാർട്ടറിന്റെ ലെവലാണ്, ക്വാർട്ടറിന്റെ ഹൈ ആണ്. അതിന്റെ അകത്ത് വോളിയത്തോടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഇത് സ്ട്രോങ് ആണെങ്കിൽ ഇതിന് മുകളിൽ ഓപ്പൺ ആയിട്ട് ഇവിടെ സപ്പോർട്ട് ബിൽഡ് ചെയ്യുന്നത് നമുക്ക് കാണണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നിഫ്റ്റിയിൽ ഫർദർ ആയിട്ട് ബൈയുടെ സൈഡിലോട്ട് നോക്കാൻ പറ്റും. ഇതിപ്പോ ലോവർ ലോ ആണ്, എന്നാലും ഇത് ഡൗൺ ട്രെൻഡിലോട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലെവൽസിനകത്തുള്ള സപ്പോർട്ട് ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും കൺഫർമേഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എൻ്റെ ഹൈപ്പോ ഗ്ലോബൽ ക്രൂസ് എല്ലാം വീക്ക് ആയതുകൊണ്ടും ഈ ലെവൽസിൽ വേറെ മിനിമം ഇത് മൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് കമ്മിങ് ഡേയ്സിൽ നോക്കാം. ഇത് ആക്ച്വലി ഇവിടം വരെ വരണം. ഇതാണ് എൻ്റെ അൾട്ടിമേറ്റ്, ഇവിടം വരെ വീഴണം. നമുക്ക് നോക്കാം അത്. ഈ ലെവൽസിനെ ബ്രേക്ക്ഔട്ട്സ് ചെയ്താലേ ഇത് ഇവിടം വരെ വരത്തുള്ളൂ. നമുക്ക് നോക്കാം. ഞാൻ കമ്മിങ് ഡേയ്സിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സ്റ്റോക്സ്, വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്സ് ഇതൊക്കെ തന്നെയാണ്. ഇതില് പുതിയ സ്റ്റോക്കുകൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഞാനത് കമ്മിങ് ഡേയ്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് അയക്കാം, അല്ലെങ്കിൽ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കമ്മിങ് ഡേയ്സിൽ. എന്തായാലും ഇപ്പൊ ഉള്ള സ്റ്റോക്സ് ഇതാണ്. ഇതിൽ ഞാൻ ലാസ്റ്റ് വീക്ക് ട്രേഡ് ചെയ്ത സ്റ്റോക്ക് ഹീറോ മോട്ടോകോപ്പ് ആയിരുന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ടാർഗറ്റ് ഇവിടാണ്. ഇവിടെ ഇതാണ് ഇതിന്റെ ടാർഗറ്റ്. അപ്പൊ അത് അവിടം വരെ ഹീറോ മോട്ടോകോപ്പ് വീണിട്ടുണ്ട്. നമുക്ക് ഇതുപോലുള്ള സ്റ്റോക്സ് ഞാനിപ്പോൾ നാളെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് ഇതാണ്. ഹിന്ദാൽക്കോ, സോറി, ഇതിനകത്തില്ല. ഹിന്ദാൽക്കോ ഈ സ്റ്റോക്കാണ് നമ്മൾ നാളെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് ഈ ലെവല് റെസിസ്റ്റൻസ് ആണ്.
ഓക്കെ. ഈ ലെവൽസ് ഇതിന് റെസിസ്റ്റൻസ് ആകേണ്ട ഏരിയ ആണിത്. ഓക്കെ, റെസിസ്റ്റൻസ് ആകേണ്ട ഏരിയ ആണ്. അപ്പോൾ ഇത് നിഫ്റ്റി നിങ്ങൾ നോക്കുവാണെങ്കിൽ നിഫ്റ്റി പ്രീവിയസ് വീക്കിന്റെ അകത്താണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇത് വീഴേണ്ട സ്റ്റോക്കാ. ഓക്കെ, ഹിന്ദാൽക്കോ വീഴേണ്ട സ്റ്റോക്കാണ്. സെൽ സൈഡാണ് ഇതിന്റെ ഹൈപ്പോ നമ്മൾ വെച്ചേക്കുന്നത്. ഇത് വീഴണം. ഓക്കെ, മിനിമം ഫസ്റ്റ് ഈ ലെവൽ വരെ വീഴണം. ഇത് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ഇത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും ഹിന്ദാൽക്ക ആയിരിക്കും ഞാൻ നെക്സ്റ്റ് നാളെ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക്. ഓക്കെ, ഓക്കെ, ഗുഡ്.